വിശുദ്ധ വഴിയിലൂടെ 8-ാം ദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 45-ാം തിരുവചനത്തിൽ നാം കാണുന്നു, മറിയത്തിൻ്റെ അടുക്കൽ വന്ന യഹൂദരിൽ അനേകം പേർ അവൻ്റെ പ്രവൃത്തികൾ കണ്ട് അവനെ വിശ്വസിച്ചു. 46-ാം തിരുവചനത്തിൽ കാണുന്നു, അവിടെ വന്ന യഹൂദരിൽ ചിലർ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് അത് ഫരിസേയരെ അറിയിച്ചു. 53-ാം തിരുവചനത്തിൽ പറയുന്നു, അന്നു മുതൽ വളരെ പേർ അവനെ വധിക്കാൻ ആലോചന നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ നാം 3 തരത്തിലുള്ള മനുഷ്യരാണ് കാണുന്നത്. യേശുവിനെ വിശ്വസിച്ചവർ, അവനെ വിമർശിച്ചവർ, അവനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയവർ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ നല്ല നല്ല പ്രവൃത്തികളെ, നിർദ്ദേശങ്ങളെ ഒക്കെ മറ്റുള്ളവർ കാണാനും കേൾക്കുവാനും അംഗീകാരം തരുവാനും നാം ഒക്കെ ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ഇവിടെ ജനസമൂഹത്തിൻ്റെ പ്രതികരണം നോക്കി അവൻ നന്മ ചെയ്യുന്നതെന്നും പിന്തിരിയുന്നില്ല. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം തീർന്നുവരെ അവൻ അത് തുടർന്നുകൊണ്ടിരുന്നു. പ്രതിഫലവും പ്രതികരണവും അംഗീകാരവും ഒന്നും ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്ന തുടരുക. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നന്മയെന്ന് ഉറപ്പായതും ദൈവഹിതം എന്ന് ഉറപ്പുള്ളതുമായ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ യാതൊരു പ്രതിഫലവും അംഗീകാരവും ആഗ്രഹിക്കാതെ ആരൊക്കെയോ ചെയ്ത നന്മ പ്രവൃത്തികളുടെ ഫലമല്ലേ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്. ഇന്ന് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ക്രൂശിനായി എൻ്റെ ഈശോയെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ, പ്രതികരണങ്ങൾ മടുപ്പ് തോന്നാതെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നന്മ ചെയ്യുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. സ്തുതിയായിരിക്കട്ടെ.